ഹായ്. ഒരു കപട യുക്തിവാദിയുടെ കപടമുഖം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പേര് മാടമ്പി ചേച്ചി, കോളാമ്പി ചേച്ചി പറയുന്ന ഒരു പ്രത്യേകതര സംഗതിയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാർ പറയുന്ന ഇത്രയേ ഉള്ളൂ, മദ്രസയിൽ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടും ചെയ്യുന്നുണ്ട്. ഒരു ഖുർആനിൽ നിന്നൊരു സ്പെസിഫിക് പോർഷൻ എടുത്തിട്ട് അത് കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇന്ന പ്രസ്താവനയിൽ ഇന്നതുപോലെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് വെച്ചിട്ടാണ് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ആ വീഡിയോ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. മറ്റൊരാളെ സ്വീകരിക്കരുത് എന്നൊരാൾ പറയുമ്പോൾ അതിന് പലപരമായ കാര്യങ്ങളുണ്ട്. എന്നാൽ മറ്റൊരുത്തൻ മറ്റൊരു മതത്തിൽ അതേ സാധനം തന്നെ ആകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സ്വീകരിക്കരുത് എന്നൊരാൾ പറയുമ്പോൾ അതിന് പലപരമായ കാര്യങ്ങളുണ്ട്. എന്നാൽ മറ്റൊരുത്തൻ മറ്റൊരു മതത്തിൽ നിന്റെ സുഹൃത്തായി വരാൻ ആഗ്രഹിക്കുന്ന ആൾ മറ്റൊരു മതത്തിലായതുകൊണ്ട് നീ അവനെ തെരഞ്ഞെടുക്കരുത് എന്ന് പറയുന്നത് എത്രത്തോളം എന്താ പറയാ, ഒരു തരത്തിലും ഒരു ആധുനിക മനുഷ്യ സമൂഹത്തിന് നിരക്കാത്ത, അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. എന്നാൽ മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാവട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നിർവഴിക്കാക്കുകയില്ല. തീർച്ച ഖുർആൻ 5:51. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ തമാശയും വിനോദ വിഷയവുമാക്കി തീർത്തവരെയും സത്യനിഷേധികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവെ സൂക്ഷിക്കുവിൻ. റിലീജിയൻ ഓഫ് പീസ് അല്ല, റിലീജിയൻ ഓഫ് പീസ് ആണ് അള്ളാഹുവിന്റെ മതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു ഇസ്ലാമാണ്, ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് അന്യമതത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കുട്ടികളോടുമൊക്കെ ഇവർ മദ്രസകൾ തുറന്നു വെച്ച് പഠിപ്പിക്കുന്നത് ഇതേ സാധനം തന്നെ ആകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിന്റെ സുഹൃത്ത് ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കുട്ടികളോടുമൊക്കെ ഇവർ മദ്രസകൾ തുറന്നു വെച്ച് പഠിപ്പിക്കുന്നത് ഇതേ സാധനം തന്നെ ആകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ മദ്രസകളിലൊക്കെ തന്നെ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നതെന്നും കൂടെ ഒരു നരേഷൻ അതിനകത്ത് വെക്കുമ്പോഴാണ് ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നത്. ഈ അയ്യപ്പൻ വാവർ സ്റ്റോറി തന്നെ ഇത് ബ്രേക്ക് ചെയ്യാവുന്ന പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. അയ്യപ്പൻ വാവർ ഇപ്പൊ കുഞ്ഞുങ്ങളെ മദ്രസയിൽ വിടുക എന്നുള്ളത് ഇസ്ലാമിയരുടെ ഒരു കൃത്യമായ സംഗതിയാണ്. അവരത് ചെയ്തിരിക്കും. ഞാനതാണ് മുമ്പ് ഉള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് വർഷക്കണക്കിന് ഈ ഒരു പഠന പാരമ്പര്യമുള്ള ഒരു വിഭാഗം തന്നെയാണ് ഇസ്ലാമിയർ. അപ്പം ഈ വാവരുണ്ടായിരുന്ന സമയത്തും ഇസ്ലാമിയരുണ്ട്. അവരെന്തായാലും മദ്രസയിൽ കൂടെ ഇത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഇത് തന്നെ. അപ്പം മദ്രസയിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാവർ ഒരു കാരണവശാലും അയ്യപ്പനായിട്ട് കൂട്ടുകൂടില്ല. ശരിയാണോ അല്ലയോ? അപ്പോൾ ഇത് ഖണ്ഡിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അത് തന്നെയാണ്. പിന്നെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് എന്നവർ പറയുമ്പോൾ അതിൽ പഠിച്ച ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെ, ഒരു കാരണവശാൽ ഞങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടില്ല. കാഫറുകളോട് കൂട്ടുകൂടരുതെന്ന് ഞങ്ങളെ പഠിപ്പിക്കാറില്ല. പക്ഷേ ഇവർ പറഞ്ഞു തരും. എക്സ് മുസ്ലിം ഇങ്ങനെ ഉണ്ട് എന്ന് പഠിപ്പിച്ചു തരും, പറഞ്ഞു തരും. നമുക്കും കൺഫ്യൂഷൻ വരും. ഞാനും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് തെക്കോട്ടൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ അങ്ങോട്ടുണ്ടാകും, അങ്ങോട്ടൊക്കെ അങ്ങനെ ഉണ്ടാകും. ചിലപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. എനിക്കങ്ങനെ ഒരു അനുഭവം ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് മദ്രസകളിലെല്ലാം വീട്ടിലേക്കാണ് ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നത്. മദ്രസകളിൽ പോയി പഠിക്കുന്ന ശീലമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. കുടുംബത്തിൽ കുട്ടികൾ കൂടുതലുണ്ട്, ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഉസ്താദിനെ വരുത്തുകയാണ് ചെയ്യുന്നത്. അത് കുടുംബത്തിൻ്റെ ഒരു മറ്റേ പ്രിവിലേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാലും നമ്മൾ മതം പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സംഗതി ഈ പെണ്ണുമ്പുള പറയുന്നത് പോലെ ആണ് എന്ന് കേട്ടുകൊണ്ട് ധരിക്കുന്നവർ മണ്ടന്മാരും വിഡ്ഢികളും ആയിരിക്കും. രവി കൂട്ടായ്മ സംഘി കൂട്ടായ്മയാണ്. അപ്പം ഞാൻ ഈ പറയുന്ന ഈ കോളാമ്പി ചേച്ചിയുടെ അച്ഛനുമായിട്ട് നല്ല സൗഹൃദത്തിലുള്ള ആളാണ്. നല്ല സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു സമരം കോട്ടയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാബുജി എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകന് നേരിട്ട ഒരു ബുദ്ധിമുട്ട്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വർഷക്കാലം ഞങ്ങൾ ആ സമരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എന്ത് ഒരു പുതിയ ഇത് വന്നാലും ഞങ്ങൾ അതിനകത്തേക്ക് പോവുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് ഈ രാജഗോപാൽ ഭാഗത്താനന്ദനെ കണ്ടിരുന്നു. പുള്ളിയോട് ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യുക്തിവാദമൊക്കെ സ്വന്തം ലൈഫിൽ, അദ്ദേഹം ഒരു വിശ്വകർമ്മയാണ്, മതമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഭാര്യ ഒരു ദളിത് ക്രിസ്ത്യൻ ആണ്. ദളിത് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ പന്തക്കോസ്തുകാരിയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ വരും കാര്യങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവർക്ക് ജാതി ഉണ്ടോ ഇല്ലയോ, യുക്തിവാദികളാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അവരുടെ ജീവിതം നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. 2 പെമ്മക്കളാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ പെണ്ണിനും ഇത് തന്നെ അവസ്ഥയാണ്, ഡിവോഴ്സാണ്, വീട്ടിൽ ഒരു കൊച്ചിനെയും കൊണ്ട് നിൽപ്പുണ്ട്. അപ്പം ഈ യുക്തിവാദം കൊണ്ട് പുള്ളി നേടിയത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ലൈഫിൽ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും എന്താണ് പുള്ളി നേടി, പുള്ളിയുടെ കുഞ്ഞുങ്ങൾ എന്ത് നേടി എന്നുള്ളത്. ഈ പെണ്ണിൻ്റെ ഒരു ഫ്രീ തിങ്കർ ഫോറം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, വെൻശ്രീ എന്ന് പറയുന്ന ഒരാൾ ഇവളുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ഇവളുടെ ശരിക്കുള്ള മുഖം മനസ്സിലായത്. ഇത് ജസ്ലാം ആടശ്ശേരിയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതൊരുത്തൻ്റെ കൂടെയാണോ ഇരിക്കുന്ന അവൻ്റെ സ്പീച്ചുകൾ അങ്ങോട്ട് തള്ളിവിടുക, സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. അന്ന് ആ യൂട്യൂബ് ഫ്രീ തിങ്കർ യൂട്യൂബ് ചാനലിനകത്ത് ഇവൾ അന്ന് പറഞ്ഞെന്താ തന്നെ, ജാതിയുണ്ട് ഇവിടെ,
ഇന്നാട്ടി ഭയങ്കര ജാതിയുണ്ട്. അന്ന് അഭിലാഷായിരുന്നു, അയാൾ ഒരു നല്ല സൂപ്പറായിട്ടുള്ളൊരു യുക്തിവാദിയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ എഴുത്തുകൾ, പുള്ളിക്കാരൻ എന്ത് പറയുന്നോ അത് തന്നെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് പുള്ളിക്കാരത്തി പറയുമായിരുന്നു. നല്ല ടാലൻ്റുള്ള ഒരു അവതാരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇയാൾ എഴുതിയിടുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് അതങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ജോലിയായിരുന്നത്. ഈ മുഹമ്മദിനെ പറ്റിയാണ് പുള്ളിക്കാരത്തി ടാർഗറ്റ് ചെയ്യുന്നത്. ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നവർക്കും രവി ദൈവത്തിന്റെ ആൾക്കാർക്കും ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, മുഹമ്മദാണ്. പക്ഷെ ഇതില് രവിയണ്ണനെ നമുക്ക് വിടാം. ബാക്കി ഉള്ളതെല്ലാം മിക്കവാറും ഉള്ളത് ഇപ്പൊ ആരിഫ് ഹുസൈൻ, ജാമിദ, ഈ പറയുന്ന മനുഹ മൈത്രി, ഇവളൊക്കെ തന്നെ നല്ല പോലെ ഫ്രീ സെക്സിന്റെ ആൾക്കാരാണ്. ഒരു ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നവരല്ല. ഇതിപ്പോ അവള് വിവാഹം കഴിച്ചിരിക്കുന്ന സിൻഡോ തോമസ് എനിക്കൊന്ന് ഇവളുടെ 5ാമത്തെ ആളാണ്. ഞാൻ പേഴ്സണലി പറയുന്നതല്ല. മുഹമ്മദിനെ കുറ്റപ്പെടുത്താനും മാത്രം യോഗ്യതയുള്ള ഇവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫ് എടുത്തു വെച്ച് നോക്കിയാൽ അതിനകത്തുണ്ട് ആ യോഗ്യത കുറവ്. ഇത് തന്നെയാണ് ഞാൻ അവരടുത്തും ചോദിച്ചത്. പിന്നെ ജാമിദയ്ക്ക് ഇത് 4ാമത്തെ കിട്ടിയവനാണ്, ആരിഫിന് ഇത് 4ാമത്തെ പെണ്ണുമ്പിളയാണ്. അപ്പൊ അവർക്കൊക്കെ 4 കെട്ടാം, അവർക്കൊക്കെ ഇസ്ലാമിയത്ത് അനുസരിച്ചിട്ടുള്ള ആ 4 എന്ന ഡെഫിനിഷൻ കൊണ്ട് നടക്കാം. മുഹമ്മദിനെ ചീത്തയും വിളിക്കണം, അതെന്ത് അടിസ്ഥാനത്തിൽ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ലിയാഖത്ത് അലി ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നു ഇതിനകത്ത് എന്നുള്ളത് വസ്തുത. ഇനി ലിയാഖത്ത് തന്നെ ഈ പറയുന്ന മൈത്രിയുടെ കുറെ സംഗതികൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. രണ്ടാമതൊരു പയ്യനും, ആലപ്പുഴയുള്ള ഒരു പയ്യനുമായിട്ട് ഇവർക്ക് ഇടപാടുണ്ടായിരുന്നു. പയ്യന്റെ പേര് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ പേര് പറയണ്ട, കാരണം അത് കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു പയ്യനാണ്. ഈ പയ്യനുമായിട്ടുള്ള ബന്ധം ഇതായി KYSന്റെ ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് അവസാനം ഈ രാജഗോപാലിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത്. അന്ന് ഇയാൾ പറയുന്നത് ഈ പ്രസ്തുത പയ്യൻ പറയുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പുള്ളിക്കാരത്ത് കുറേ നാൾ സ്പീച്ച് കൊണ്ട് നടന്നിരുന്നത്. ആ പയ്യനുമായിട്ട് വിവാഹം വരെ ഫിക്സായി. KYS തീരുമാനം എടുക്കുക, അതായത് കേരള യുക്തിവാദ സംഘടന തീരുമാനം എടുക്കണം ഇവൾ അവനെ കൊണ്ട് കെട്ടിക്കാനായിട്ട്. അത്ര പൊളിഞ്ഞ് നിൽക്കുകയാണ്. ആദ്യത്തെ പയ്യനെ അങ്ങ് കളഞ്ഞ്, ആദ്യത്തത് അഭിലാഷായിരുന്നു, പുള്ളി അങ്ങ് കളഞ്ഞു, പിണങ്ങി. അടുത്ത് ഇതുമായിട്ടായിരുന്നു. പക്ഷെ ഇത് കല്യാണം വരെ എത്തി, ഏകദേശമൊക്കെ ലിവിങ് ടുഗദർ സംഗതിയിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ തന്നെ. അപ്പോഴുണ്ട് ഒരു പരാതി KYSലേക്ക് വരുന്നു. ഭാര്യയും കുട്ടിയുമുള്ള ഒരു വ്യക്തിയാണ് ഇയാളെന്ന് അപ്പോഴാണ് അവരറിയണത്. ഈ രാജഗോപാൽ ഭാഗത്താനം എന്ന് പറയുന്ന വ്യക്തിയുടെ കെടുകാര്യസ്ഥതയിൽ ഏറ്റവും നല്ല ഒരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞത്. മക്കൾ തലതിരിയുന്നത് അച്ഛൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആണെന്ന് പറയും. നമ്മൾക്കൊരു സംഗതിയുണ്ട്, നമ്മളൊരു ആശയത്തിനെ പ്രചരിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ആ ആശയം നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ലേ. നമ്മുടെ കുഞ്ഞിന് നമുക്ക് ചുറ്റുമുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ പുറത്തിറങ്ങി നാട്ടുകാരെ നന്നാക്കാൻ പോകുന്നതിൽ എന്ത് ഇതാണുള്ളത്? ശരി, അതിലടങ്ങിയോന്ന് ചോദിച്ചാൽ ഇല്ല. അതിനുശേഷമാണ് പിന്നീട് ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവളുടെ പേഴ്സണൽ കാര്യം പറയണമെന്നോട് അടിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞത് അവളുടെ ആശയങ്ങളുടെ ആ ഒരു വ്യത്യസ്തതയാണ് പറയുന്നത്. ഈ ജസ്റ്റിനുമായിട്ട് ഇവൾക്ക് ടൈപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇവൾക്ക് ജാതി ഇല്ല എന്നായിരുന്നു. ഞാൻ ബസ്സിൽ കയറിയാണ് വന്നത്. ഞാൻ ബസ്സിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവർ ഓടിച്ച അയാളുടെ ജാതി ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് കുറേ പേരുണ്ടായിരുന്നു, അവരുടെ ജാതിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജാതി എന്നൊരു പ്രശ്നമില്ല, ജാതി ഇല്ല എന്നായിരുന്നു. ജസ്റ്റിനുമായിട്ട് ലവ് ആയിരുന്ന സമയത്ത്, അതായത് മറ്റേ പയ്യന് ഭാര്യ പരാതി കൊടുത്തപ്പോഴത്തേക്ക് പയ്യൻ ഓടി 7-8 നിലയെല്ലാം പൊട്ടിപ്പോയി, ആ ബന്ധം അങ്ങ് പോയി. അടുത്ത് ജസ്റ്റിൻ്റെ പുറകെയായിരുന്നു. പിന്നെ ജസ്റ്റിനുമായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സംഭവം നടക്കുന്ന സമയം എനിക്കൊന്നൊരു 4 ആഴ്ച 5 ആഴ്ച ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ഒരു മാസത്തെ ഗ്യാപ്പിലാണ് മറ്റേ പയ്യനെ വിട്ടിട്ട് ഈ പയ്യനിലേക്ക്. ഇതിപ്പോൾ 3ാമത്തതാണ് ജസ്റ്റിൻ. അതിനുശേഷമാണ് സിൻഡോ തോമസിനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ സിൻഡോ തോമസുമായി കല്യാണം കഴിക്കുന്ന ഇപ്പം പുള്ളിയെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഞാൻ ആ പെണ്ണെ കുറ്റപ്പെടുത്തില്ല. ഞാൻ പോൺ സൈറ്റിലൊക്കെ ആരുടെയൊക്കെ ഫോട്ടോയൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടുള്ള ഒരു വൃത്തികെട്ട ജന്തുവാണ് സിൻഡോ തോമസ് എന്നാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അവനോടൊരു ദേഷ്യം വരെ. ഇപ്പം രവി സംഘികളുടെ കൂടെ ചേർന്നിട്ട് അവരുടെ കൂടെയാണ് നടപ്പ്. അപ്പം ഇപ്പം പറയണ മുഴുക്ക സംഘിവാദം. അതായത് ഈ ലൈഫിലുള്ള ഈ ഒരു 4 പോർഷൻ എടുത്തു നോക്കിയാൽ 4 പേർക്കൊപ്പം നിൽക്കുമ്പോഴും ഓരോരുത്തരുടെ കൂടെ നിൽക്കുമ്പം അവരവരുടെ ഐഡിയോളജിയാണ് അവൾ അപ്പോഴപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ത്രീ പറയുന്നതിന് നിങ്ങൾ എന്തിനാ കാര്യമാക്കുന്നത്? ആൻഡ് ബുക്കിലെ കാര്യം, ഇപ്പോൾ അവളൊരു ബുക്കിൻ്റെ ഒരു പുസ്തകത്തിലുള്ള കാര്യം പറയുന്നുണ്ട്, ഖുർആനിലുള്ള കാര്യം പറയുന്നുണ്ട്. ഇതേ സാധനം തന്നെ ഡിഫറെൻറ്റ് വേർഷനിൽ മറ്റ് മതപുസ്തകങ്ങളിലും ഉണ്ട്. അത് അന്നത്തെ കാലഘട്ടം, അതാ ഞാൻ പറഞ്ഞത്, കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിന്. അത് വിസിബിൾ അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഖുറാനിലുള്ള സംഗതികൾ തന്നെ ഇതേപോലെ തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതേപോലെയൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചാർവാകനെ കൊല്ലുന്ന കാര്യം, ഈ ഹിന്ദുമത വിശ്വാസത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ജാതി വ്യവസ്ഥയെ പറ്റിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ സംഗതികൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട്.
ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നവർ മെയിൻ ക്രിസംഗികളാണെങ്കിൽ ചെരുപ്പൂരി ഒരെണ്ണം കൊടുക്കണം. എന്തുകൊണ്ടെന്നറിയാമോ? ക്രിസംഗികൾ ഈ 10 നിയമം പഠിച്ചിട്ടുണ്ട്. ആ 10 നിയമത്തിൽ ആദ്യം യഹോവയാണ് ദൈവം എന്നാണ് പറയുന്നത്, കർത്താവാണ് ദൈവം, കർത്താവല്ലാതെ മറ്റൊരു ദൈവത്തെ നമ്മൾ അംഗീകരിക്കുക പോലും ഇല്ല എന്നാണ്. അപ്പോൾ അത് അവർക്ക് പറയാമോ? അവർക്കത് പറയാം. ഇവർ പറയുമ്പോഴാണോ കുഴപ്പം? ഇനി മൈക്ക് വെച്ച് പറയണില്ല എന്ന് പറയരുത്. മൈക്ക് വെച്ച് ഇതിനേക്കാൾ വലിയ സ്തുതികളും പാട്ടുകളും രാമായണവും മഹാഭാരതവും ഒക്കെ ഓതുന്ന ആൾക്കാരില്ലേ ഇവിടെ? അതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അപ്പം ഓരോരുത്തർക്കും ഓരോ വിശ്വാസം, ഇന്ന മതസ്ഥർക്ക് ഇന്ന മതവിശ്വാസം, അത് നമ്മൾ ഉൾക്കൊള്ളുക, അക്സെപ്റ്റ് ചെയ്യുക, സബൂറാക്കുക, പോവുക. അതിനപ്പുറം ഇതെടുത്ത് വെച്ച് ഉടുക്കാനും പറയാനും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന സ്ത്രീ കോളാമ്പി ചേച്ചി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർലെസ് ഇഡിയറ്റാണ്. ഒരു ക്യാരക്ടറും ഇല്ലാത്ത, ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു സ്ത്രീയാണ്. അവൾക്ക് ഒരു രീതിയിൽ 1% പോലും ഇസ്ലാമിനെ കുറ്റപ്പെടുത്താനോ മുഹമ്മദിനെ പറയാനോ ഉള്ള അധികാരമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളൊരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊരു അയ്യോ അവൻ കഞ്ചാവ കേട്ടോ, അവൻ മഹാ കഞ്ചാവ് അടിച്ച് നടക്കുന്ന വൃത്തികെട്ടവനാണ്, നമ്മൾ കഞ്ചാവ് അടിക്കരുത്, അത് നിർബന്ധമാണ്. നമ്മൾ കഞ്ചാവ് അടിച്ച് കിറങ്ങി നടന്നിട്ട് നമ്മൾ വേറൊരാളെ നോക്കിയിട്ട് അവൻ കഞ്ചാവ എന്ന് പറയുന്നത് പോലേ ഉള്ളൂ ഇവറ്റോള് ഈ മുഹമ്മദ് നബിയെ പറയുന്നത്. മുഹമ്മദ് നബി 4 കെട്ടി അല്ലെങ്കിൽ 12 കെട്ടി, ഇതാണ് അവരുടെ കണ്ണിലെ കരടെങ്കിൽ ആ കാലഘട്ടത്തിലെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ഓരോ രാജാക്കന്മാരെ നോക്കുക. ഈ അതിനുശേഷം സുലൈമാൻ, അങ്ങനെയൊക്കെ കുറേ രാജാക്കന്മാർ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ലൈഫ് ഹിസ്റ്ററി എടുത്തു നോക്കുക, എല്ലാവർക്കും 10, 12 ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിന്റെ രീതി അനുസരിച്ച് അത് പ്രാക്ടിക്കലായിരുന്നു. പക്ഷെ എന്നിട്ടും ഖദീജയെ കല്യാണം കഴിച്ചിട്ട് 28 വർഷത്തോളം പുള്ളി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഒറ്റ ഭാര്യ വ്രതനായിരുന്നു. ആണോ? അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇവര് ഈ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ച് നടക്കുന്ന ഒരു വിഭാഗം എന്തിനു പറയുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അതിന് വേണ്ടിയിട്ട് അവൾ ഇസ്ലാമിലേക്ക് ചേർന്നു, സുഡാപ്പികൾക്കൊപ്പം ചേർന്നു, സുഡാപ്പികൾക്ക് വേണ്ടി പറയണു എന്ന് പറയരുത്. ഞാൻ പറഞ്ഞ ഒരു പ്രസ്താവനയും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ തിരുത്തി പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ മുഹമ്മദ് നബിയുടെ ഉമ്മായ ഒരു വേഗത്തിന് ദേഷ്യത്തിൽ ഒരു പോക്രിത്തരം പറഞ്ഞു. അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ ഞാൻ തിരുത്തുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ കണ്ട ഒരു കാര്യം, അതും ആ വിഷയം എടുത്തു വെച്ച് അപഗ്രഥിച്ച് പറഞ്ഞതുമല്ല. എന്നെ ചെറിയ വിളിച്ചപ്പോൾ നിന്റെ ഉമ്മ ആണ് എന്ന് പറയുന്ന ആ ടൈമിൽ മുഹമ്മദ് നബിയുടെ ഉമ്മ ആണ് എന്ന് ഞാൻ പറഞ്ഞു എന്നതിനപ്പുറം ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റും മാറ്റിയിട്ടില്ല. എൻ്റെ ഒരു ആശയങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഒന്നിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുമില്ല. അപ്പം അതും പറഞ്ഞുകൊണ്ട് ഇതിനെ മാച്ചപ്പ് ചെയ്യാൻ വരണ്ട. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കൃത്യമായിട്ട്. അപ്പോൾ വിഷയം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ലേഡി പറയുന്നതിനെ ഖണ്ഡിക്കാൻ അറിയുന്നവരെ കൊണ്ട് അത് പറയിക്കുക. വാവർ സ്വാമി അയ്യപ്പൻ്റെ ബന്ധങ്ങൾ തന്നെ ഏറ്റവും നല്ല ഉദാത്ത ഉദാഹരണമാണ്. അവിടെ അങ്ങനെ ഒരു വ്യത്യസ്തതയില്ല. അപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഹിന്ദു മതവിശ്വാസികളെയും ക്രൈസ്തവരെയും എടുക്കുക, UK പോകുന്ന മുസ്ലിംസിനെ എടുക്കുക, ദുബായ്, സൗദി പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ഹിന്ദു ക്രിസ്ത്യൻസിനെ എടുക്കുക. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ എക്സാമ്പിളാണ്. മതം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതിനപ്പുറം ഈ മദ്രസകളിൽ ഇങ്ങനത്തെ ഒരു പോഷത്തരവും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള തെളിവായിട്ട് ഇവിടെ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. സോ ലുക്ക് അറ്റ് ദം. അതാണ് ശരിയായ തീരുമാനം. അതിനപ്പുറം ഏതൊക്കെ ഈയാമ്പാറ്റകൾ ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഇതുപോലെ വ്യഭിചാര സന്തതികളായി വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടും ഫ്രീ സെക്സിന് വേണ്ടിയിട്ടും വൃത്തികേട് പറയുന്നതിന് അതിൻ്റെ വാല്യൂ മാത്രം കൊടുക്കുന്നതല്ലേ ശരി എന്നുള്ളത് എൻ്റെ ഭാഗം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.